നമുക്ക് നിലവിലെ സാഹചര്യം മാപ്പിന്റെ കൂടെ സഹായത്തോടെ പെട്ടെന്നൊന്ന് പരിശോധിച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട ഈ അപകടമുണ്ടായ ഉരുൾപൊട്ടലുണ്ടായ രണ്ട് കേന്ദ്രങ്ങൾ, ഒന്ന് മുണ്ടക്കൈയും ഒപ്പം തന്നെ ചൂരൽമലയും. ഈ രണ്ട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവതരമായ സാഹചര്യമുള്ളത് ഈ മേഖലയിലാണ്, മുണ്ടക്കൈ മേഖലയിലാണ്. കാരണം രക്ഷാപ്രവർത്തകർക്ക് പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പരിമിതമായി മാത്രമേ രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ നടക്കുന്നുമുള്ളൂ. ഈ മേഖലയിലാണ് ദുരന്താഴം അതിതീവ്രമായിട്ടുള്ളത്. വളരെ ഗുരുതരമായ സാഹചര്യമുള്ളത് ഈ മേഖലയിൽ. ഏതാണ്ട് ഇവിടെ നിന്ന് ഏതാണ്ട് 2 മീറ്റർ മാറിയുള്ള ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് വലിയ നാശമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായത്. ഇപ്പോൾ ഒരുപക്ഷെ കണക്ക് കൂട്ടാൻ കഴിയാത്തത്രത്തോളം വലിയ നാശമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ചൂരൽമലയിലെ നിലവിലെ സാഹചര്യം ഒന്ന് പെട്ടെന്ന് പരിശോധിച്ചാൽ, ഈ ചൂരൽമലയിൽ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ ഈ പാലം, അതായത് ചൂരൽമലയും ഒപ്പം തന്നെ മുണ്ടക്കൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലമാണ് തകർന്നു പോയത്. ഈ പുഴയുടെ കൈവഴി ഒഴുകുന്നത് ഈ പ്രദേശത്തു കൂടിയാണ്. ആ പാലം പരിപൂർണമായും തകർന്നു പോയിരിക്കുന്നു. സ്വാഭാവികമായും ആ മേഖലയിൽ ഒരു താൽക്കാലിക പാലം രൂപം കൊള്ളാനുള്ളൊരു അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ സൈന്യം ഉൾപ്പെടെ വന്ന് അതിനുള്ള പ്രതീക്ഷയിലുമുണ്ട്. പക്ഷേ ഈ പാലം പുനർനിർമ്മിക്കാതെ, താൽക്കാലികമായെങ്കിലും പുനർനിർമ്മിക്കാതെ അങ്ങോട്ടേക്കുള്ള ഗതാഗതം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ചൂരൽമലയിലുള്ള മുണ്ടക്കൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം ആദ്യം താൽക്കാലികമായി പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു പ്രധാന ദൗത്യത്തിലേക്കാണ് രക്ഷാസംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായുള്ളത്. ഒപ്പം ഈ മാപ്പിൽ കാണുന്നത് പോലെ ഈ ചൂരൽമല ഒരു ചെറിയൊരു ടൗണാണ്, ചെറിയൊരു നഗരമേഖലയാണ്, ചെറിയൊരു കവലയാണ്. അതിനോട് ചേർന്നുള്ള ഈ സ്കൂൾ, അത് ഈ ചൂരൽമല പ്രദേശത്ത് വരുന്ന ഈ സ്കൂൾ, അവിടെ ഏതാണ്ട് വലിയ നാശം, ഒരുപക്ഷെ ആ സ്കൂളിന്റെ താഴെ നില പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന സാഹചര്യം നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത് മാപ്പിൽ നോക്കിയാൽ ഏതാണ്ട് ഈ പ്രദേശത്തായാണ് ഇപ്പോൾ ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് വെള്ളം കയറി ചളിയും മണ്ണും ഒക്കെ അടിഞ്ഞ് വലിയ നാശം വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോത്തുകല്ലിൽ നിന്ന് ഏതാണ്ട് നിരവധി മൃതദേഹങ്ങളാണ് ഇപ്പോൾ പോത്തുകല്ലിൽ അടിഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മുണ്ടക്കൈ മേഖലയിൽ നിന്ന് പോത്തുകല്ലിലേക്ക് ഇങ്ങനെയാണ്, അതായത് ഒരുപക്ഷെ ഇപ്പോൾ പറയുന്നത്, സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഈ രീതിയിലാണ്. മുണ്ടക്കൈയിൽ നിന്ന് ഒഴുക്ക് നേരെ പോകുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടം, അവിടെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ്. തീർച്ചയായും ഒരുപക്ഷെ കൃത്യമായി അറിയുന്ന കേന്ദ്രമായിരിക്കാം, പ്രേക്ഷകർക്കും ഉൾപ്പെടെ ഒരുപക്ഷെ ആ സൂചിപ്പാറ കേന്ദ്രം അറിയായിരിക്കാം. അങ്ങനെ മുണ്ടക്കൈയിൽ നിന്ന് സൂചിപ്പാറയിലേക്ക്, തുടർന്ന് ഈ ചാലിയാറിലേക്ക് എത്തുന്നത് വരെ ഏതാണ്ട് ഒരു 90 കിലോമീറ്ററാണ് വരുന്നത്. ഈ പ്രദേശത്തേക്ക് ചാലിയാറിലേക്ക് എത്തുന്നത് വരെ, പോത്തുകൽ മേഖലയിലേക്ക് എത്തുന്നത് വരെ ഏതാണ്ട് ഒരു 90 കിലോമീറ്ററാണ് വരുന്നത്. അത് ഒഴുക്ക് ഇങ്ങനെയാകാം, മുണ്ടക്കൈയിൽ നിന്ന് നേരെ സൂചിപ്പാറയിലേക്ക്, ഒപ്പം അവിടെ നിന്ന് ചാലിയാറിലേക്ക് ഏതാണ്ട് 90 കിലോമീറ്റർ വരുന്ന ഈ ദൂരം ചാലിയാറിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ മൃതദേഹങ്ങളൊക്കെ ഏതാണ്ട് 20ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഭാഗത്താണ്. പോത്തുകൽ, മലപ്പുറം ജില്ലയാണ്, അതിർത്തി മേഖലയാണ്. ഈ പോത്തുകൽ ഭാഗത്തായാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കും അവിടെ നിന്ന് താഴോട്ട് ഈ ചാലിയാറിലേക്ക് എത്തുന്ന കൈവഴിയിലേക്കും പിന്നീട് ചാലിയാറിലും ചേർന്ന് പോത്തുകൽ മേഖല, ഇങ്ങനെയാണ് ഈ മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ ഒഴുകിപ്പോയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം.